വരാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് അറിയുകയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് വിഷ്ണു അങ്ങ് അലറി വിളിക്കുകയാണ് ശാലിനി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അലർച്ച കേട്ട് സത്യഭാമ അങ്ങ് ഓടി ഞെട്ടി അങ്ങ് വരുവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റിവ്യൂ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ കമൻസും ഷെയർസും ലൈക്സും ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാലിനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചു എന്ന് ശാദാമ വിളിച്ച് പറഞ്ഞതും ശ്യാമ അങ്ങ് ഓടിയെത്തുക. ശ്യാമയുടെ കൂടെ തന്നെ ശ്യാമ വീട്ടിൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പം വിഷ്ണുവും അതുപോലെ സത്യഭാമ എല്ലാവരും വരുമ്പോഴത്തേക്കും ശാരദാമ്മ ഇന്ന് വരെ ഇവരാരും കണ്ടിട്ടില്ലാത്തൊരു മുഖഭാവത്തിനകത്താണ് ശാരദാമ്മ പെരുമാറുന്നത്. കാരണം ശാലിനി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ശാലിനി ചെന്ന് ചാടി തന്നെ ഇവർ ഇത്രമാത്രം ശാലിനിയെ ദ്രോഹിച്ചുകൊണ്ട് മനസ്സ് അത്രമാത്രം മുറിവേൽപ്പിച്ച് വിട്ടത് കൊണ്ടാണ് ശാലിനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട വന്നതെന്നുള്ള കാര്യമൊക്കെയാണ് ശാരദാമ്മ അവിടെ കിടന്ന് സംസാരിക്കുന്നത്. ശാരദാമ്മ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ മുന്നിൽ നിശബ്ദയായി നിൽക്കുന്ന സത്യഭാമയെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരദാമ്മ വിഷ്ണുവിനെ നോക്കി കുറേ കാര്യം പറയുകയാണ്. അപ്പം വിഷ്ണു എന്താണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ കേട്ട് വിഷ്ണുവിൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമാണ്. കാരണം താൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചില്ല എന്നെങ്കിൽ ചിലപ്പോൾ ശാലിനിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നല്ലോ. ശാലിനി ഞാനാണോ ഇതിലേക്ക് തള്ളിവിട്ടെ എന്ന കുറ്റബോധം കൊണ്ട് വിഷ്ണു തൻ്റെ മനസ്സിലെ സ്നേഹം ശാലിനിയോട് പറയാൻ പറ്റിയില്ല, താൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശാലിനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷൻ നിൽക്കുകയാണ്. ശ്യാമനെ അമ്മയെ കുഞ്ഞിച്ചിക്ക് എങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ശ്യാമ ഒരറ്റം വിളിച്ചു പോയി കരയുവാണ്. അപ്പോഴത്തേക്കും ശാദം പറയുന്നുണ്ട്, അവൾക്കൊരു ശ്രദ്ധ എന്ന് പറയുന്ന ഇല്ലാത്ത അവൾ റോഡിൽ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. ഞാനാണെങ്കിൽ അവളെ വീട്ടിലെല്ലാം അന്വേഷിച്ച് കാണുന്നില്ല. അവൾക്ക് ആ സത്യാമ്മയെ കണ്ടിട്ട് വന്ന നിമിഷം തൊട്ട് വിഷ്ണു അവളെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കണ്ട നിമിഷം തൊട്ട് അവൾ തകർന്നിരിക്കുമായിരുന്നു. അവൾ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ജീവനോടെ കാണത്തില്ല അമ്മേ, വിഷ്ണു ഏട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നെങ്കിൽ. അവൾക്ക് അപ്പം തോന്നിക്കാണും ഇനി എന്തിനാ ജീവിച്ചിരിക്കാൻ തോന്നിക്കാണും. അവളെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റില്ല മോനെ, നിന്നെക്കൊണ്ട് പോലും അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അവൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം എൻ്റെ വിഷ്ണുവേട്ടനുണ്ട് എൻ്റെ കൂടെ എന്ത് കാര്യത്തിനെന്നുള്ള കാര്യം. പക്ഷേ ഇന്ന് നീയും അവളെ ചതിച്ചല്ലോടാ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ മകൾക്ക് ഒരു നിമിഷം എങ്ങനെ സ്വസ്ഥ കിട്ടിയില്ല. അവൾ കല്യാണം കഴിച്ചിട്ട് വന്ന ദിവസം തൊട്ട് എന്തെങ്കിലും നിങ്ങൾ അവൾക്ക് ഇച്ചിരി എങ്കിലും സമാധാനമോ സന്തോഷമോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പക്ഷേ ഇതൊന്നും കൊടുത്തില്ലെങ്കിലും അവൾക്ക് എന്തെങ്കിലും പരാതി നിങ്ങളോടുണ്ടായിരുന്നോ? എന്തെങ്കിലും കാര്യത്തിനകത്ത് സത്യഭാമയോട് എന്തെങ്കിലും ഒരു രീതിക്ക് അവൾ മുഖം കറുപ്പിച്ചൊരു സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനൊന്നും ചെയ്യാത്ത എൻ്റെ മോളായിരുന്നു. അതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ അവൾ ത്യാഗം സഹിച്ചു. അവളുടെ ജീവിതം തന്നെ നിങ്ങളുടെ കൈ തച്ചുടയ്ക്കാൻ വെച്ച് തന്നിരിക്കുമായിരുന്നു. എന്നിട്ടും അവൾക്കൊരു വിശ്വാസം ഉണ്ടായി, സത്യാമ്മ എന്തെങ്കിലും തന്നെ തിരിച്ചറിയും, സത്യാമ്മ തന്നെ തിരിച്ചറിഞ്ഞ് വിളിക്കും, സത്യാമ്മയ്ക്ക് നല്ല മനസ്സുണ്ടെന്നല്ലാതെ നിങ്ങൾ വീട് കടന്നിട്ട് പോലും എൻ്റെ മകൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ട് പോലും അതിൻ്റെ ഒരു കാര്യത്തിനകത്ത് അവളാണ് ചെയ്തതെന്ന് പോലും പറയാതെ മാറി നിന്നിട്ടേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ മകൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു സത്യം, ആ സത്യത്തിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് വിഷ്ണു വന്ന് അവളെ വിളിച്ചതാണ് ഇറങ്ങി വരാനായിട്ട്. അമ്മ പറയുന്ന കാര്യം നീ നോക്കണ്ടെന്ന് എന്നിട്ട് പോലും അല്ല, സത്യാമ്മ തിരിച്ച് വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയ എൻ്റെ മോളാണ്. അവൾ എൻ്റെ ശാലിനി മോളാണ്. ഇന്ന് സത്യാമ്മ നിങ്ങളുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് വന്ന്, കാരണം അവളുടെ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ അവൾ യാചിച്ചുകൊണ്ട് വന്നു. അവളുടെ കുഞ്ഞിനൊരു അച്ഛൻ, അത് നിങ്ങൾ നിഷേധിച്ച് കളഞ്ഞു. അവളുടെ പിതൃത്വത്തിനെ വരെ നിങ്ങൾ ചോദ്യം ചെയ്ത് ലാസ്റ്റ് വിഷ്ണുവിൻ്റെ കാലി കെട്ടിപ്പിടിച്ച് കിടന്നാണ് അവൾ കരഞ്ഞത്. എന്നിട്ട് വിഷ്ണു മോനെ, നിനക്ക് പോലും അവളോട് ഒരു അലിവ് തോന്നിയില്ലോ? നീ അമ്മയെ പേടിച്ചോ? അതോ നീ നിനക്കൊരു ജീവിതം വേണമെന്ന് വെച്ചോ? എൻ്റെ മകൾ പക്ഷേ അവൾക്കൊരു ജീവിതം വേണമെന്ന് ഇന്ന് വരെ തോന്നിയില്ല. കാരണം അവളുടെ ജീവനും ജീവിതവും അവളുടെ ലോകവും എല്ലാം വിഷ്ണു മാത്രമായിരുന്നു. അപ്പോഴത്തേക്കും വിഷ്ണു എന്ത് ചെയ്യുക, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ വിഷ്ണു പറയുവാണ്, ശാതാമ്മേനെ അങ്ങനെ ഒന്നുമല്ല, ശാലിനിക്കൊന്നും സംഭവിക്കുന്നത്. ശാലിനിക്ക് എന്ത് സംഭവിച്ചാൽ ഇനിയിപ്പോൾ നിനക്ക് എന്താ? നിനക്ക് വേറെ വീടും ഭാര്യയും കുട്ടിയൊക്കെ ആയില്ലേ? അതൊക്കെ പോരെ നിൻ്റെ ജീവിതത്തിലേക്ക്. പിന്നെ എന്തിനാണ് എൻ്റെ മകളുടെ കാര്യം? ഇനി അവൾ അവശേഷിക്കുന്ന ജീവനും കൂടെ എടുത്തുകൊണ്ട് പോകാനായി സത്യാമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി പറയാൻ എന്തെങ്കിലും ബാക്കി കാണുന്നെങ്കിൽ പറഞ്ഞോ സത്യാമ്മ എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മയ്ക്ക് പറയാൻ ഒരു വാക്കില്ല. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരു നന്ദി എൻ്റെ മകളോട് കാണിച്ചിട്ടില്ലല്ലോ സത്യാമ്മ. നിങ്ങൾ അവളെ ദ്രോഹിക്കാൻ പറ്റുന്നതിന് പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട്. ശത്രുവിനോട് പോലും പെരുമാറാത്ത രീതിയിലാണ് നിങ്ങൾ എൻ്റെ മകളോട് നിങ്ങൾ ഇത്രയും കാലം പെരുമാറിയത്. പക്ഷേ പകരം അവൾ നിങ്ങളുടെ മുന്നിൽ വെച്ചെന്ന് അവളുടെ ജീവിതം തന്നെ വെച്ച് തന്നു. നിങ്ങളെ സ്നേഹിച്ച പോലെ അവൾ എന്നെ പോലും സ്നേഹിച്ച് കാണത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് അവളുടെ അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കോടതി കയറ്റുന്ന അവളുടെ സ്വന്തം അച്ഛൻ പറഞ്ഞപ്പം ആ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തയ്യാറായവളാണ് എൻ്റെ മകൾ. എന്നിട്ട് പോലും അവളെ മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു നിമിഷം സാധിച്ചില്ല എന്നൊക്കെ ശാദാമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് വിഷ്ണു കേട്ടിട്ട് അപ്പോഴത്തേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് റൂമിൽ നിന്ന് ശാലിനിയുടെ ആ ഒരു റൂമിനകത്ത് ഇറങ്ങി വരുമ്പോഴത്തേക്കും ശാലിനിക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല, ഭയങ്കര കണ്ടീഷൻ ഭയങ്കര സീരിയസ് എന്നൊക്കെ അവിടെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിഷ്ണുവിന് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അപ്പം വിഷ്ണുവിന് പറയാം,
ശാരദാമ്മ പേടിക്കേണ്ട ശാരദാമ്മ. നമ്മുടെ ശാലിനിക്ക് ഒന്നും സംഭവിക്കത്തില്ല. കാരണം ദൈവം അങ്ങനെയൊന്നും നമ്മളെ കൈവിട്ട് കളയത്തില്ലെന്ന് വിഷ്ണു പറയുമ്പോൾ ശാരദ പറയുന്നു, ദൈവം അല്ല മോനെ അവളെ കൈവിട്ട് കളഞ്ഞ. അവളെ കൈവിട്ട് കളഞ്ഞത് അവളുടെ ഭർത്താവായി നീ തന്നെയാണ്. അവൾ ദൈവ തുല്യം മനസ്സിൽ സങ്കല്പിച്ച് വെച്ച പ്രതിഷ്ഠകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളാണ് അവളെ ഇന്ന് കൈവിട്ട് കളഞ്ഞത്. പിന്നെ നിനക്ക് എന്തിനാ വിഷ്ണു ഈ സങ്കടം? കാരണം എൻ്റെ മകളാണെങ്കിൽ നിന്നെ ആ കല്യാണവേദിയിൽ മധുശ്രീയായിട്ടുള്ള കല്യാണവേദിയിൽ നിന്നെ കാണുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് പേടിയായിരുന്നു. കാരണം ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എൻ്റെ വിഷ്ണുവേട്ടൻ കടുങ്കൈ എങ്ങാനും ചെയ്തു വന്നിട്ട് അവളൊരു ഭ്രാന്തിയെ പോലെയാണ് നിന്നെ അന്വേഷിച്ചത്. അപ്പോഴല്ലേ ശ്യാമ വിളിച്ചു പറയുന്നത്, നീ അതിനൊന്നുമല്ല പോയത്. എൻ്റെ മകൾ ടെൻഷൻ അടിച്ചതും സങ്കടപ്പെട്ടതും ഒക്കെ വെറുതെ. കാരണം വിഷ്ണു മറ്റൊരു ഇണയെ തേടി പോയി കഴിഞ്ഞു. അതറിഞ്ഞ് എൻ്റെ മകൾ കരഞ്ഞു നിന്ന നിമിഷം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ മകൾക്ക് വല്ല സംഭവിച്ചോണ്ടോ ഞാൻ ഇവിടെ ആരെയും വെച്ചേക്കത്തില്ല. അന്നേരമായിരിക്കും നിങ്ങൾക്ക് ശാരദയുടെ യഥാർത്ഥ മുഖം കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു അലമുറ ഇട്ട് വിഷ്ണു എന്താണ് ശാലിനി എന്നുള്ള രീതിക്ക് അതങ്ങ് പറയുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും വരുവാണ്. കാരണം വിഷ്ണു ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കാര്യം സ്വപ്നമാണ്. സ്വപ്നം കണ്ടാണ് വിഷ്ണു ഇത്രയും പേടിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമുക്കറിയാമല്ല സീരിയലിൻ്റെ പോകുന്ന അത്രയും നേരം നമ്മൾ വിചാരിക്കുന്ന വിഷ്ണു ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചു, ശാലിനി വിഷ്ണുവിന് ഒരു കല്യാണം കണ്ടിട്ട് അത്ര സങ്കടത്തിനകത്തൊക്കെ പോയി എന്നുള്ള കാര്യത്തിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് വിഷ്ണു എന്താ പറയുക, ശാലിനി പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്ക് എന്താണ് അങ്ങ് അലമുറ ഇട്ട് കരയുന്നത്. അത് കേട്ടിട്ട് ആ റൂമിനകത്തുണ്ടായ വിഷ്ണുവിൻ്റെ പുതിയ ഭാര്യ കാർത്തിക ഉൾപ്പെടെ ഞെട്ടുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ എല്ലാവരും ഓടി വരുവാണ്. കാരണം ശ്യാമ ഓടി വരുന്നുണ്ട്, അതുപോലെ സത്യാമ്മ വരുന്നുണ്ട്. എന്താടാ മോനെ, എന്താണ് നീ എന്താ ഈ പറയുന്നത്? എടാ നിനക്ക് ഇത്രയൊക്കെ ആയിട്ട് നീ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചിട്ട് നിൻ്റെ മനസ്സിൽ നിന്ന് അവളെന്ന രൂപ അവളുടെ പേര് നിനക്ക് ഇതുവരെ മാഞ്ഞു വരും. അമ്മേ ശാലിനിക്ക് എന്തോ സംഭവിച്ചമ്മേ, ശാലിനി ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. അയ്യോ അവളുടെ ജീവൻ എന്നൊക്കെ പറയും. എടാ നീ എന്തോ പറയുന്നത്? അമ്മയില്ലെന്ന് അമ്മയുടെ തലേ പറഞ്ഞത് ശാരദാമ്മ പറഞ്ഞത്. അതുപോലെ എല്ലാവരും പറഞ്ഞല്ലോ ശാലിനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അമ്മ ഉണ്ടായിരുന്നല്ലോ എന്തോ. എടാ നമ്മുടെ വീട്ടിലാടാ ഉള്ളത്, നീ ഇതിൻ്റെ ഇടയ്ക്കകത്ത് എവിടെ ശാലിനിയെ കണ്ടെന്നാ? നിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു പേര് ഒരിക്കലും പോത്തില്ലടാ. നിൻ്റെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട സമയത്തിനകത്ത് നിൻ്റെ മനസ്സിനകത്ത് മുതൽ ശാലിനി തന്നെ വന്ന് കയറി ഇവളുടെ മനസ്സിനെ ഇപ്പം തന്നെ നിന്നെ കുത്തി നോവിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ തിരിച്ച് സത്യാമ്മ ചോദിക്കണം. അപ്പം വിഷ്ണു പറയുന്നത് അമ്മ കൂടെ, എടാ നീയും ഞാനും എല്ലാം ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, നമ്മൾ അങ്ങ് എവിടെയും പോയിട്ടില്ല. നിൻ്റെ മനസ്സിലൊരു ശാലിനി എപ്പോൾ നോക്കിയാലും ഊണിൽ ഉറക്കത്തിലൊക്കെ അവന് ഇത്ര കാലമായിട്ട് ശാലിനി എന്നൊരു പേര് കളയാറായില്ല. അപ്പോഴത്തേക്കും എന്താണ് ശ്യാമേ നീ അവന് ഒരു ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കുന്നു. അതിന് ശ്യാമ എന്താണ് ഒരു വെള്ളം ഗ്ലാസ് കൊടുക്കുക. അപ്പോൾ ശ്യാമയ്ക്ക് ഡൗട്ട് വന്നുണ്ട്, എന്താ കുഞ്ഞീച്ചിയുടെ കാര്യം തന്നെ ഇങ്ങനെ വിഷ്ണുവേട്ടൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തോ ഒരു കാര്യമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ വിഷ്ണുവേട്ടൻ മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതെങ്കിൽ എന്നെ കുഞ്ഞേച്ചിയെ മറന്നുപോയെങ്കിൽ ഈ ഉറക്കത്തിൽ ഇങ്ങനെ കുഞ്ഞേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ നെറ്റിയൊക്കെ ഉണരുമെന്നൊക്കെ ശ്യാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം ശ്യാമ ശാലിനിയെക്കാളും കുറച്ചും കൂടി ഈ വിധ കാര്യത്തിനകത്ത് ഇച്ചിരി സ്മാർട്ടാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോഴത്തേക്ക് എന്താണ് ഇതൊക്കെ കണ്ട് ഈ കാർത്തികയ്ക്ക് ഭയങ്കര മുഖം വളിപ്പാണ്. കാരണം ശ്രീക്ക് വാക്ക് കൊടുത്തിരിക്കുകയല്ലേ വിഷ്ണുവിനെയും ശാലിനിയും തമ്മിൽ തല്ലി പിരിക്കാനായി താൻ സഹായിക്കാം, അതുകൊണ്ട് തനിക്ക് കിട്ടുന്ന ലാഭമൊക്കെ ഈ മധുശ്രീ എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നിൽക്കേണ്ടി വരുമ്പം എങ്ങനെയാണ് വിഷ്ണു ഇങ്ങനെ തന്നെ ശാലിനിയും മന്ത്രം ജപിച്ചാൽ ഈ പ്ലാനുകളൊന്നും നടപ്പിലാകത്തില്ലല്ലോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൽ ഒരു ഭാഗം ചിന്തിക്കും, പാവം വിഷ്ണു എന്തൊരു സ്നേഹമാണല്ലേ ശാലിനിയോട്. കാരണം ഉറക്കത്തിൽ പോലും ശാലിനിക്ക് എന്തോ സംഭവിച്ചെന്ന് കേട്ടപ്പോഴത്തേക്കും വിഷ്ണുവിന് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടെങ്കിൽ വിഷ്ണു എന്തുമാത്രമായിരിക്കും ശാലിനിയെ സ്നേഹിക്കുന്നതൊക്കെ ഈ കാർത്തികയ്ക്ക് ഏകദേശം ആ സ്നേഹം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിൻ്റെ എന്താണ് മോനെ ടെൻഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് എന്താണ് പുതച്ച് മൂടി എന്താണ് അങ്ങോട്ടേക്ക് ചാരി കിടത്തി ഉറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് നമ്മുടെ സത്യഭാമ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ കിടക്കുന്നെങ്കിലും വിഷ്ണുവിൻ്റെ മനസ്സ് മൊത്തം ശാലിനിക്ക് ആ ഒരു ശാലിനിയെക്കുറിച്ച് കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ, ആ ദുസ്വപ്നം മാത്രമാണ് വിഷ്ണുവിൻ്റെ മനസ്സിനകത്ത് കയറി ഇങ്ങനെ വരുന്നത്. പക്ഷേ അന്നേരമൊക്കെ മനസ്സിനകത്ത് ചിന്തിക്കുമോ, ശാലിനിയോട് ഞാൻ ഈ കള്ളം പറഞ്ഞു പോയല്ലോ, ആ കള്ളത്തരം എന്നെ ഇങ്ങനെ കടന്ന് വേട്ടയാടുമെന്നല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാണ് ആ സംഭവിച്ച കാര്യം. അന്നേരം ശാരദാമ്മ പറഞ്ഞ ഓരോ വാക്കും സത്യമല്ലേ, ശാലിനിയുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഈ സ്വപ്നമാണെങ്കിലും ശാരദാമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ വാക്കും ഞാൻ ചെയ്ത പ്രവൃത്തിയും ശാലിനിയുടെ മനസ്സ് വല്ലാതെ നോവിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ വിഷ്ണുവിന് ഭയങ്കര സങ്കടത്തിരിക്കുമ്പോഴാണ് ഈ കാർത്തികയുടെ ഫോണിലേക്ക് നേരെ മധുശ്രീയുടെ കോൾ വരുന്നത്. അപ്പോഴത്തേക്കും കാർത്തിക ഈ ഫോൺ എടുക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ ഫോൺ എടുത്ത് നേരെ ടെറസിലേക്ക് മാറിപ്പോയി നിൽക്കുക. അപ്പോഴത്തേക്കും കാർത്തികയോട് മധുശ്രീ ചോദിക്കും, മധുശ്രീയാ ഞാൻ, മനസ്സിലായില്ലേ കാർത്തികയെ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ, പുതിയ പെണ്ണായിട്ട് വന്നല്ലേ, എന്നിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വിശേഷമൊന്നുമില്ല, എല്ലാം എപ്പോഴത്തെയും പോലെ തന്നെ പോകുന്നത്. ഈ വിശേഷമില്ല എന്നൊരാൾ പറഞ്ഞാലേ അവിടെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് താൻ മര്യാദയ്ക്ക് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം പറയാം. അല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും പോലെ തന്നെ വളരെ നോർമലായിട്ട്, വളരെ നോർമലായിട്ടോ. ഇന്ന് വിഷ്ണു ഒരു വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുമല്ലേ, അതും സത്യഭാമയുടെ മനസ്സിന് അത്ര ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം പിന്നെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ കള്ളത്തരം ഉണ്ടല്ലോ. നീ സത്യം പറയുന്നോ അതോ ഞാൻ നിൻ്റെ ഫോൺ നമ്പർ ആ മറ്റേവന് കൊടുക്കട്ടെ, ഏതാ നിൻ്റെ താല്പര്യം? അപ്പോഴത്തേക്കും ഇവള് പറയുന്നുണ്ടോ, അയ്യോ അങ്ങനെയൊന്നും വേണ്ട,
അങ്ങനൊന്നും ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ കാർത്തിക മോള് സത്യമായിട്ട് പറ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം. അതിവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അതായത് വിഷ്ണുവേട്ടനാണെങ്കിൽ എന്തോ ഒരു സ്വപ്നം കണ്ട്, ഷാനിക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നതായിട്ട് ഒരു ദുസ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് വിഷ്ണുവേട്ടൻ ഞെട്ടി അങ്ങ് ഉണർന്നപ്പോഴത്തേക്കും പിന്നെ എന്താണ് ഈ റൂമിലേക്ക് എല്ലാവരും കയറി വന്നു. അങ്ങനെ എല്ലാവരും വിഷ്ണുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അല്ല വേറൊന്നും സംഭവിച്ചില്ല. ആ ഷാനിക്കിനി സംഭവിക്കാനിരിക്കുന്നല്ലേ ഉള്ളൂ. നിന്റെ എൻട്രി കണ്ട് ഷാലിനി ഞെട്ടിയിരിക്കും. പോരാതെ ഷാലിനി ഒന്ന് കാല് പിടിച്ചിട്ട് പോലും വിഷ്ണു തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലവ് സ്റ്റോറി അല്ലേ. അതിൻ്റെ അകത്ത് നിന്നെപ്പോലത്തെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് വിഷ്ണു കൊടുത്ത ട്വിസ്റ്റ് ശാലിനിക്ക് മനസ്സുകൊണ്ട് സഹിക്കാനോ അത് അംഗീകരിക്കാനോ ഒരു കാരണവശാലും പറ്റത്തില്ല. പോരാത്തിന് അവൾക്കൊരു കൊച്ചുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി സത്യാവസ്ഥയൊന്നും നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ അവർ പാവമല്ലേ, അവരെന്ത് പാവം. ഈ ശാലിനി എത്ര കാലം പുറത്തായെന്ന് നിനക്കറിയോ? ഈ കൊച്ചൊക്കെ തന്നെ അവൻ്റെ അന്നുള്ള കാര്യം ആർക്കറിയാം. അവളെ ശ്രദ്ധിക്കുന്നത് നിനക്ക് അത്ര വലിയ കുറ്റബോധത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈയുടെ മനസ്സിൽ പോലും താൻ ചെയ്യുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല. വിഷ്ണുവിന് മാത്രമേ അങ്ങോട്ടേക്ക് ശാലിനിയടുത്ത് ഇത്ര ആത്മാർത്ഥതയൊക്കെ ഉള്ളൂ. ശാലിനി അത്ര നല്ലവളൊന്നും അല്ല എന്ന രീതിയിലേക്ക് ഒരു സംസാരമാണ് കാർത്തികയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചാണ് ഇനി വരാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചാനൽ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നത്, കമൻസും ഷെയർസ് ലൈക്സ് ഇടാനൊന്നും ആരും മറക്കണ്ട കേട്ടോ.